ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത ടോപ്പിക് എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കുറേ കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻജിൻ ഡിപ്പാർട്ട്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഡെക്ക് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ഒരു ഷിപ്പിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്? ഏത് അതേ കാറ്റഗറിയിൽ, അതായത് ഏത് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലാണോ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണോ ജോലി ചെയ്യുന്നത് ബെറ്റർ എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് റീസെൻ്റ്ലി ഇപ്പം 12th കഴിഞ്ഞ കുട്ടികളും അല്ല വേറെ കോഴ്സസൊക്കെ പഠിച്ചിട്ട് മെർച്ചൻ്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ഒരു കോഴ്സ് പഠിക്കണമെന്ന് കരുതി നിൽക്കുന്ന കുട്ടികളുടെ നിന്നൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം കുട്ടികൾ ഇത് തന്നെ ചോദിച്ചതുകൊണ്ട് ഞാൻ കരുതി ഓരോരാൾക്കും ഇങ്ങനെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത് ഇനിയും വീഡിയോസ് കാണുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം. മെർച്ചൻ്റ് നേവി എന്നുള്ളത് ഒരു ഡ്രീം ആയിട്ട്, അതായത് മെർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ. പക്ഷേ മെർച്ചൻ്റ് നേവിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ മുടങ്ങാതെ കണ്ടോളൂ. അപ്പം നമുക്ക് ഏതായാലും ഞാൻ പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ കാണാം. അതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. ഒരു ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിലെ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ കറക്റ്റായിട്ട് അവരുടെ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ അവരുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിൻ്റെ പ്രോപ്പർ സെയിലിംഗ്, അതുപോലെ ഈ ഷിപ്പിൻ്റെ വർക്ക് ശരിക്കും നല്ല രീതിയിൽ നടക്കൂല. അപ്പോൾ ഒരു ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കഴിഞ്ഞാലും എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കഴിഞ്ഞാലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ അതിൽ കുറച്ച് എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കഴിഞ്ഞാലും ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കഴിഞ്ഞാലും കുറച്ച് നല്ല കാര്യങ്ങളും ഉണ്ട്, അതുപോലെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് എന്നോ എന്താ അതിന് പറയാം, നമുക്കൊരു മെറിറ്റ്സ് ഡീമെറിറ്റ്സ് എന്നൊക്കെ പറയാം. രണ്ടിനും ഉണ്ട്. അതായത് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ രണ്ട് ജോലിക്കായാലും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കായാലും ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സ് ഞാൻ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പറയാം. എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിക്ക് പോകുന്ന എൻജിനീയേഴ്സൊക്കെ എൻജിനീയറിംഗ് കോഴ്സൊക്കെ പഠിച്ചിട്ടാണ്, എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അവർ എൻജിനീയറായിട്ട് പോകുന്നത്. അപ്പോഴവർക്കിപ്പം ഷിപ്പിലെ ജോലി വേണ്ട, ഷോറിൽ എന്തെങ്കിലും ജോലി ശ്രമിക്കുകയെന്നുണ്ടെങ്കിൽ അവർക്കത് ലഭിക്കും. ഷിപ്പിൽ മാത്രമല്ല അവർക്ക് ജോലിക്ക് സാധ്യതയുള്ളത്, ഷോറിലും അവർക്ക് ജോലി ചെയ്യാം. അതുപോലെ വലിയ വലിയ ഇൻഡസ്ട്രീസിലൊക്കെ ഇവർക്ക് ജോലി ചെയ്യാവുന്നതാണ്. എന്നാൽ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുക്കുമ്പം ഡെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഫുള്ളി അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഷിപ്പിനെ തന്നെയാണ്. അവർക്ക് ഷോറിൽ ഒരു ജോലി അങ്ങനെ പെട്ടെന്ന് സാധ്യമായിട്ടുള്ള കാര്യമല്ല എൻജിനീയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ. ഇനി എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ എൻജിനീയേഴ്സ് പണിയെടുക്കുന്നത് ഫുള്ള് നല്ല വെയിലത്ത് ചൂടൊക്കെ കൊണ്ടിട്ട്, അതുപോലെ ഫുള്ള് എൻജിൻ്റെയും ജനറേറ്ററിൻ്റെയും ഇടയിലുള്ള അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പം കുറച്ച് കരിയൊക്കെ പുരണ്ട് പൊടിയൊക്കെ അടിച്ച് അങ്ങനെ ഒരു ജോലിയാണ് ഈ എൻജിനീയേഴ്സിന് വരുന്നത്. അപ്പം ഫുള്ളി അവർ നല്ല ക്ലീൻ ആയിട്ട് സ്റ്റിഫ് ആൻഡ് ഷൈൻ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ജോലിയല്ല എൻജിനീയേഴ്സിന് വരുന്നത്. ചിലപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ഫുള്ള് ബോയിലർ സൂട്ടൊക്കെ ഫുള്ള് അഴുക്കും മണ്ണും പൊടിയും ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഡെക്കിലെ ആൾക്കാരെ വെച്ച് നോക്കുമ്പം അവർക്ക് അങ്ങനെയുള്ള ജോലികൾ വരുന്നില്ല. മീൻസ് ഇങ്ങനെ വെയിലത്ത് നിന്നിട്ട് അധികം ജോലി ചെയ്യേണ്ടത്, അതുപോലെ ഗ്രീസ് കാര്യങ്ങൾ അങ്ങനെ അവരുടെ ഡ്രസ്സിൽ അങ്ങനത്തെ അഴുക്കും കാര്യങ്ങളും പറ്റിയിട്ടുള്ളൊരു ജോലി ഇവർക്ക് അധികം വരുന്നില്ല. അപ്പോൾ ഇവരുടെ ഒരു വൈറ്റ് കോളർ ജോബ് അങ്ങനെ പറയാം. അപ്പം യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവർക്ക് ജോലി ചെയ്യാവുന്നതാണ്. അവരുടെ ബോയിലർ സൂട്ടും കാര്യങ്ങളെല്ലാം എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇപ്പം അധിക ഷിപ്പും UMS ആണ്. UMS എന്ന് വെച്ചാൽ അൺമാൻഡ് മെഷീനറി സ്പേസ്, ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്യുന്നത്. അപ്പോഴങ്ങനെയുള്ളത് കൊണ്ട് എൻജിനീയേഴ്സിന് മോർണിംഗ് ടു ഈവനിങ് ആണ് അവരുടെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് തിരിച്ച് റൂമിലേക്ക് വരാം. ഓട്ടോമാറ്റിക്കലി അവർ UMSൽ ഷിപ്പ് ഇടുന്നത് കൊണ്ട് തന്നെ നൈറ്റ് ഡ്യൂട്ടി വരുന്നില്ല. ഇനി എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ മാത്രം, അതായത് ജനറേറ്ററിൻ്റെ പണി, എൻജിൻ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നൈറ്റ് ഡ്യൂട്ടി വരുന്നുള്ളൂ. പക്ഷേ ഈ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക്
അങ്ങനെ UMS ആയിക്കഴിഞ്ഞാലും ഒരു മോർണിംഗ് ടു ഈവനിങ് ഡ്യൂട്ടി അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. അവർക്ക് നൈറ്റും വാച്ച് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് മോർണിംഗ് ടു ഈവനിങ് മാത്രം ജോലി ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് വരാൻ സാധിക്കില്ല. പിന്നെ ഇതുമായിട്ട് അനുബന്ധിച്ച് വരുന്നതാണ് സൺഡേ ലീവ്. എൻജിനീയേഴ്സിനാകുമ്പം സൺഡേ അവർക്ക് ലീവ് എടുക്കാം. പക്ഷേ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിന്, ഇത് ഞാൻ UMS ഷിപ്പിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്, അപ്പോൾ സൺഡേ ലീവ് എടുക്കാം. പക്ഷേ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് സൺഡേയും ഈ പറഞ്ഞതുപോലെ വാച്ച് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് സൺഡേയും ലീവ് അങ്ങനെ ലഭിക്കുന്നില്ല. ഈ ഒരു എൻജിനീയറിംഗ് കോഴ്സ് 4 വർഷം കൊണ്ട് പഠിച്ചിട്ട് ഷിപ്പിലേക്ക് ജോലിക്ക് കയറുന്നതാണ്. അതേസമയം ഡെക്കിൽ ഒരു ജോലി ലഭിക്കുന്നവർക്ക് DNS ഒക്കെ പഠിക്കുവാണെങ്കിൽ 1 വർഷം മാത്രമേ പഠിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻജിനീയർ ആകാൻ വേണ്ടിയിട്ട് 4 വർഷം പഠിച്ച് അതിന് കണക്കായ ഫീസും കൊടുത്തിട്ട് ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴേക്ക് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി താല്പര്യമുള്ള ഒരാൾ DNS 1 വർഷം പഠിച്ച് ഈ ഒരു എൻജിനീയറിങ്ങിൻ്റെ അത്ര ഫീസും കൊടുക്കാതെ ഡയറക്റ്റ് ഷിപ്പിലേക്ക് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഇയർ കുറച്ചും കൂടി കൂടുതൽ പഠിക്കേണ്ടത് ഈ എൻജിനീയർ ആവാൻ വേണ്ടിയിട്ടും ഫീസ് കുറച്ചുകൂടി കൂടുതൽ വരുന്നതും എൻജിനീയർ ആവാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, ഷിപ്പിൽ ക്യാപ്റ്റനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഷിപ്പിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് അറിയാത്ത ഒരാളെടുത്ത് നമ്മൾ പോയിട്ട് ഷിപ്പിൽ ആരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആർക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഉത്തരം ക്യാപ്റ്റൻ തന്നെയായിരിക്കും. കപ്പിത്താനാണ് കപ്പലിൽ വലുതെന്ന്. അപ്പോൾ ശരിക്കും ഇത് ശരിയാണോ? നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ വരുന്നത് ഡെക്ക് സൈഡിലാണ്. അതായത് ഡെക്ക് സൈഡിലെ ഏറ്റവും ടോപ്പിൽ വരുന്നൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു റാങ്കാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിൻ സൈഡിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു റാങ്കാണ് ചീഫ് എഞ്ചിനീയർ. ഈ ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയർക്കും ഏകദേശം ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസൊക്കെ സെയിം ആണെങ്കിലും സാലറീസും സെയിം ആണ്. പക്ഷേ ഷിപ്പിലെ എന്ത് കാര്യത്തിൻ്റെയും പവർ വരുന്നത് ക്യാപ്റ്റന് തന്നെയാണ്. അതുപോലെ എന്ത് കാര്യത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റിയും വരുന്നത് ക്യാപ്റ്റൻ തന്നെയാണ്. അപ്പം നിങ്ങൾ ഡെക്ക് സൈഡിൽ ഒരു ഓഫീസർ റാങ്കിലോട്ടേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷനോട് കൂടി ഫൈനൽ നിങ്ങൾ ക്യാപ്റ്റനായി മാറാൻ സാധിക്കും. എൻജിൻ സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മീൻസ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് റാങ്കൊക്കെ പ്രൊമോഷനിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈ റാങ്ക് കിട്ടുന്നത് ചീഫ് എഞ്ചിനീയർ ആയിട്ടായിരിക്കും. അപ്പം ടോട്ടലി ഞാൻ പറഞ്ഞു വന്നത് ഷിപ്പിലെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതും അതുപോലെ ഹൈ പവർ കിട്ടുന്നതും ക്യാപ്റ്റനാണ്. ഷിപ്പ് സെയിലിംഗ് ഒക്കെ ചെയ്ത് ഒരു പോർട്ടിലെത്തി. പോർട്ടിൽ പോകുന്നത് ഒന്നുകിൽ അതിൽ ക്യാരി ചെയ്ത സാധനത്തിൻ്റെ ക്യാരി ചെയ്യേണ്ട സാധനത്തിൻ്റെ ലോഡിങ്ങിന് വേണ്ടിയിട്ടോ ഡിസ്ചാർജിന് വേണ്ടിയിട്ടോ ആയിരിക്കും. അപ്പോൾ ഒരു പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ വർക്ക് വരുന്നത് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വർക്കേഴ്സിനായിരിക്കും. അവിടുത്തെ ഓഫീസേഴ്സിനായിരിക്കും ആ ലോഡിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെയോ കാര്യത്തിലായാലും കൂടുതൽ വർക്ക് വരുന്നത്. പക്ഷേ എൻജിനീയേഴ്സിന് ഈ ഒരു ഡെക്ക് സൈഡിലുള്ള വർക്കേഴ്സിൻ്റെ അത്ര വർക്ക് എൻജിനീയേഴ്സിന് വരുന്നില്ല. അവർക്ക് അവിടെ പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ അത്ര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കില്ല, ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾ ആയിരിക്കില്ല വർക്കിൻ്റെ കാര്യത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം അവർക്ക് ഷോർ ലീവിന് പോകാനും ഒക്കെ സാധിക്കും. പക്ഷേ ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി പണി കൂടുതലായിരിക്കും പോർട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് ഡെക്ക് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും സിമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ 2 ഡിപ്പാർട്ട്മെൻറ്റും ഏകദേശം ഈക്വൽ തന്നെയാണ്. ചില സൈഡിൽ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ മെറിറ്റ്സ് ഉണ്ടെങ്കിൽ മറ്റ് സൈഡിൽ എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഡെക്കിൻ്റെ കാര്യവും വരുന്നത്. അപ്പോൾ ഒരു ഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള 2 കാര്യങ്ങൾ തന്നെയാണ് എൻജിൻ സൈഡും ഡെക്ക് സൈഡും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് നിങ്ങൾ ഏത് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ജോലി കാര്യങ്ങളൊക്കെ ഏകദേശം ഈക്വൽ തന്നെ ആയിരിക്കും. ഈ ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഷിപ്പ് നല്ല രീതിയിൽ റൺ ചെയ്യൂ, സെയിൽ ചെയ്യൂ. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇനി മെർച്ചൻ്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ മെർച്ചൻ്റ് നേവിയുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.